ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈറാസ് ഈസി കുക്കിംഗ്. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് ഈ ബ്രോസ്റ്റഡ് ചിക്കന്. സ്പൈസി ബ്രോസ്റ്റഡിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ നിന്ന് കാണിക്കുന്നത്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് 1.25 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുക. പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 10-15 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം, ബട്ടർ മിൽക്ക് റെഡിയാവാൻ വേണ്ടിയിട്ട്. ബട്ടർ മിൽക്ക് ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നന്നായി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൽ കുറവ് ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇവിടെ ഇപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 6 വലിയ പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു മീഡിയം സൈസ് ചിക്കനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിന്നോട് കൂടി ചിക്കൻ എടുക്കാം. ഞാനിവിടെ സ്കിന്നോട് കൂടിയല്ല ചിക്കൻ എടുത്തത്. സ്കിന്നോട് കൂടിയാകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു പെർഫെക്ഷൻ നമുക്കിതിലേക്ക് കിട്ടും. ചിക്കൻ ഇവിടെ നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ തയ്യാറാക്കിയ മിക്സിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. മുഴുവൻ ചിക്കൻ നമുക്ക് ഈ ബട്ടർ മിൽക്കിൻ്റെ മിക്സിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊന്ന് മുങ്ങിക്കിടക്കുന്ന പോലെ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ. ചിക്കൻ നന്നായി ബട്ടർ മിൽക്കിലേക്ക് മുങ്ങിക്കിടക്കണം. ഇത് എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു 4-5 മണിക്കൂർ നമുക്ക് വെക്കാം. ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 3-4 മണിക്കൂർ ആകുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ മിക്സ് തയ്യാറാക്കേണ്ടത്. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ ബൗളിലേക്ക് 1 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഫ്രീസറിൽ വെച്ച് നല്ലോണം തണുപ്പിച്ച വെള്ളം 1.25 കപ്പ് വെള്ളം ഇതിലേക്ക് കുറച്ചായി ഒഴിച്ചൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേറൊരു ബൗളിൽ 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇവിടെ ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ കുറഞ്ഞത് 1-2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ചിക്കൻ ഇവിടെ ഇപ്പോൾ 4 മണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് ഒരു ചിക്കൻ എടുത്തിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച് ബാറ്ററിൽ നന്നായി ഒന്ന് മുക്കിയെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ബാറ്റർ വരുന്ന രീതിയിൽ വേണം ഇത് ഡിപ്പ് ചെയ്തെടുക്കാൻ. മൈദേൻ്റെ മുളക് പൊടീൻ്റെ മിക്സിലേക്ക് ചിക്കൻ നന്നായി വെച്ച് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം.
ഇതിൻ്റെ പൊടിയെല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നല്ലോണം പ്രസ് ചെയ്തിട്ട് പൊടിയൊക്കെ ചിക്കനിൽ നന്നായി ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ല കട്ടിയിൽ വേണം ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ. ഇതൊരു പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. ചിക്കൻ ഇനി ഫ്രൈ ചെയ്യാം. ഒരു ചീനച്ചട്ടിയിൽ കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായാൽ ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ വെക്കുമ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇതിൻ്റെ പുറം വശമൊക്കെ കരിഞ്ഞു പോകും, ഉള്ളൊന്നും വെന്തിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇടയ്ക്ക് തിരിച്ചും മറിച്ചും വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3-4 തവണ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതിനേക്കാളും രുചിയുണ്ടെന്ന് നമുക്ക് പറയാം. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് ഈ ബ്രോസ്റ്റഡിന്. എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.